ഈ മസാല ബോർഡിൽ തീരുമാനമെടുത്തത് മുഖ്യമന്ത്രി ചെയർമാനായിട്ടുള്ള ഡയറക്ടർ ബോർഡാണ് എന്നുള്ളതാണ്. എത്ര കാലം പിടിച്ചു നിൽക്കാൻ കഴിയും ഡോക്ടർ ഐസക് ഇ ഡിക്ക് മുമ്പ് ഹാജരാകുന്നതിൽ നിന്ന്? ഇ ഡി ചോദിക്കേണ്ട രീതിയിൽ ചോദിക്കട്ടെ. ഇ ഡി നിയമത്തിന് വിധേയമായിട്ട് പ്രവർത്തിക്കേണ്ട സ്ഥാപനം. കോടതി എന്താ പറഞ്ഞേ? നിയമലംഘനം ഉണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യാം. ആദ്യം നിയമം ലംഘിച്ചത് ഏത് നിയമം എന്നുള്ള പറയണ്ടേ? ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷെ നിയമലംഘനം കണ്ടെത്താൻ വേണ്ടി ഒരു അന്വേഷണത്തിന് യാതൊരു അർത്ഥവുമില്ല. അത് സാധുവല്ല. അതിനുവേണ്ടി മനുഷ്യന്മാരെ ഹരാസ് ചെയ്യാൻ പാടില്ല. 1.5 വർഷമായിട്ട് ലംഘിച്ച നിയമം എന്തോന്ന് പറയാനായിട്ട് ഇ ഡിക്ക് കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും കഴിയുന്നില്ല. അതുകൊണ്ട് ഏത് സമൻസാണോ നിയമവിരുദ്ധമെന്ന് കോടതി പറഞ്ഞത് അതിന്റെ തനിയാവർത്തനമാണ് ഇപ്പോഴത്തെ സമൻസ്. അതിനെയാണ് ചോദ്യം ചെയ്യുന്നത്. അക്കാര്യത്തില് ഈ സമൻസിനെ ചോദ്യം ചെയ്ത് കോടതിയിൽ പോകാമെന്നല്ലാതെ ഒരു പൗരൻ എന്നുള്ള നിലയിൽ സമൻസ് ലംഘിച്ച് ഞാൻ വരില്ല എന്ന നിലപാടെടുക്കാനാവോ? പൗരന്റെ അവകാശമുണ്ട്. അവകാശം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് അന്വേഷണ ഏജൻസിയുടെ അവകാശം പോലെ തന്നെ പ്രധാനമാണ്. രണ്ടും നിയമത്തിന് വിധേയമാണ്. അതുകൊണ്ടാണ് കോടതി സമ്മതിച്ചല്ലോ എന്ന്. നേരത്തെ വെച്ച 2 സമൻസും നിയമവിരുദ്ധമാണ് എന്ന് താങ്കൾ പറയുന്നത്. കോടതി പറഞ്ഞത് സർ തുടർന്നോളൂ. എന്താ കോടതി പറയുന്നത്? കോടതി പറഞ്ഞത് നിയമലംഘനമുണ്ടെങ്കിൽ അന്വേഷിക്കാം, ചോദ്യം ചെയ്യാം. ഏത് നിയമം ലംഘിച്ചെന്ന് പറയട്ടെ. ഈ നിയമലംഘനം ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയുള്ള റോവിംഗ് എൻക്വയറി അത് പാടില്ലെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഇ ഡി അത് തന്നെയാണ് ആവർത്തിക്കുന്നത്. അതുകൊണ്ട് അവർ പറയട്ടെ, ഇന്ന നിയമം ലംഘിച്ചു, അതിന് വിശദീകരണം തരാൻ വേണ്ടി വരണം. യെസ്, അതില്ലാതെ ഒരു റോവിംഗ് എൻക്വയറി നേരത്തെ പോലെ തന്നെ ചെയ്യാൻ പറ്റത്തില്ല. ഇതേ ഇന്ത്യ മുഴുവനും ഇവരിറങ്ങി നിന്ന് അങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്ന് സാഷ്ടാംഗ പ്രണാമം ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമുള്ളത്. അതൊന്നും ആ നിലയൊന്നും തുടരാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് ചോദ്യം ചെയ്തത് ചോദ്യം ചെയ്യും. താങ്കൾ പറയുന്നത് കിഫ്ബി രൂപീകരിച്ചത് മുതൽ 17 അംഗ ഡയറക്ടർ ബോർഡുണ്ട്. അതിൻ്റെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. എല്ലാ തീരുമാനങ്ങൾ എടുക്കുന്നതും കൂട്ടായിട്ടാണ്. ധനമന്ത്രി എന്ന ഔദ്യോഗിക ഉത്തരവാദിത്തമല്ലാതെ ഇക്കാര്യത്തിൽ തനിക്ക് യാതൊരു പ്രത്യേക അധികാരവും ഇല്ല എന്നാണ്. അപ്പോൾ ഡോക്ടർ ഐസക്, ഇതിനകത്ത് ഏതെങ്കിലും തരത്തിൽ നിയമലംഘനം ഉണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം താങ്കൾക്കല്ല, മുഖ്യമന്ത്രിക്കാണ്. അല്ല, ധനമന്ത്രി പോലെ തന്നെ മുഖ്യമന്ത്രിയുടെ സ്ഥാനവും എക്സ് ഒഫീഷ്യോ. അവർ ഇൻഡിവിജ്വൽ നിലയിൽ ഒരു തീരുമാനം ധനമന്ത്രിയായാലും മുഖ്യമന്ത്രിയായാലും എടുക്കുന്നില്ല. ആ ഡയറക്ടർ ബോർഡിലെ സമിതിയാണ് തീരുമാനം. ആ സമിതിയുടെ തീരുമാനത്തെക്കുറിച്ച് രേഖകൾ ചോദിച്ചാൽ ഞാൻ എവിടെ നിന്ന് എടുത്തു കൊടുക്കാനാ? ഞാൻ 2.5 വർഷമായില്ലേ അത് വിട്ടിട്ട്. എനിക്ക് ആ രേഖകളിൽ ആക്സസ് ഉണ്ടോ? ആ രേഖകളുടെ കസ്റ്റോഡിയൻ ഞാനാണ്. അപ്പൊ അതുകൊണ്ട് കിഫ്ബി ആവട്ടെ ഈ ചോദിച്ച ചോദ്യങ്ങൾക്ക് മുഴുവൻ ഉത്തരം നൽകിയിട്ടുണ്ട്, സർവ്വതിന്. അപ്പോ അന്ന് കിഫ്ബി നൽകിയതിനേക്കാൾ കൂടുതൽ എന്ത് വിശദീകരണം എനിക്ക് നൽകാൻ പറ്റുക? ഇതാണ് എന്റെ ചോദ്യം.